അതാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. നമ്മൾ വീണ്ടും ജന്തർ മന്ദിറിലേക്ക് പോവുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ചാണ് ഇപ്പോൾ മൂന്നാം ഘട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബിന് പുറത്ത് നിന്ന് ലാൽ കുമാർ വിശദാംശങ്ങളുമായി. ലാൽ, ഉള്ളിൽ നടക്കുന്ന ചർച്ച അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ആ ചർച്ചയ്ക്ക് മുമ്പേ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞെങ്കിൽ കൂടിയും ഈ ചർച്ചയുടെ ഔട്ട്കമും വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. അതിനുശേഷം ആ വാർത്താ സമ്മേളനം നടത്തുന്ന CJP നേതാക്കൾ ഈ സമരം പൂർണ്ണമായി അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും പറയാൻ സാധ്യതയുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ പ്രധാന CJP മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ അവരുടെ പ്രധാന ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ഇനി രണ്ടാം ഘട്ടത്തിൽ അവർ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് നോക്കിക്കാണുള്ളത്. മറ്റു പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന് NTA-യുമായി ബന്ധപ്പെട്ട പരീക്ഷാ നടത്തുമായി ബന്ധപ്പെട്ട് അതിന് സുതാര്യത വർദ്ധിപ്പിക്കാനുള്ള ആവശ്യങ്ങളായിരുന്നു. മറ്റൊന്ന് ഇത്തരത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, ഇത്തരത്തിലുള്ള ഒരു ആവശ്യമായിരുന്നു. ഇത്തരത്തിൽ അവർ മുന്നോട്ട് വെച്ച പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികളുണ്ട്. പോലീസ് പരസ്യമായി മാപ്പ് പറയുക, അവർക്കെതിരെ കടുത്ത ശിക്ഷ അല്ലെങ്കിൽ നടപടി എടുക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു CJP മുന്നോട്ട് വെച്ചിരുന്നത്. ഇതുകൂടി അംഗീകരിക്കണം. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അത് ഏറ്റവും മർമ്മപ്രധാനമായ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. അതിപ്പോൾ കേന്ദ്രത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ കാര്യത്തിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം ഇതിനൊരു മണിക്കൂർ മുമ്പ് വരെ തന്നെ ഈ മറ്റ് ആവശ്യങ്ങൾ കൂടി പരമാവധി നേടിയെടുക്കാനായിരിക്കും CJP ശ്രമിക്കുക. കാരണം അവരുടെ സമരവേദി ഇപ്പോൾ അത്രയും തീക്ഷ്ണമാണ്. എന്ത് പറഞ്ഞാലും അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഘട്ടം ഇപ്പോൾ തെരുവിലുണ്ട്. അതുകൊണ്ട് തന്നെ CJP പരമാവധി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഇന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വേദി നടക്കുന്ന ചർച്ചയിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത്തരത്തിലായിരിക്കും. കേന്ദ്രവും പറയുക അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു. ഇനി ഈ സമരം അവസാനിപ്പിക്കണം എന്ന തരത്തിലായിരിക്കും പറയുക. കാരണം നാളെ ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. ഇതിനേക്കാൾ വിദ്യാർത്ഥികൾ ഇവിടെ എത്തും. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടെ ഇവിടെ പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തും. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടെ ഇവിടെ പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലേക്ക് DYFIയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ അത്തരത്തിൽ പല സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല പാർലമെന്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷവും ഈ വിഷയം ഏറ്റെടുക്കും. പ്രതിപക്ഷം ഈ സമരം കടുപ്പിക്കും. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു ഏകോപന സ്വരം നമ്മൾ കണ്ടു. അങ്ങനെ ഒരു ഏകോപന സ്വരത്തെ ഇപ്പോൾ കേന്ദ്രം തീർച്ചയായും ഭയപ്പെടും. അങ്ങനെ ഒരു ഏകോപനം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടില്ലാതിരുന്നു. ആ ഒരു ഏകോപനത്തിന് ഈ സമരം സാക്ഷിയായി, ആ ഒരു ഏകോപനത്തിന് ഈ സമരം വേദിയൊരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ പ്രതിപക്ഷത്തിന് കൂടി ഊർജ്ജം നൽകുന്ന ഒരു സമരമായിരുന്നു CJP നയിച്ചത്. പ്രതിപക്ഷത്തിന് കൂടി പ്രചോദനം നൽകുന്ന, പ്രതിഷേധിക്കാൻ, സമരം നടത്താൻ, ഇത്തരത്തിൽ തുടർ സമരങ്ങൾ നടത്താൻ പ്രചോദനം നടത്തുന്ന ഒരു അവസരമാണ് CJP ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം മറിച്ചൊരു വാക്ക് CJPക്കെതിരായി പറയുമെന്ന് തോന്നുന്നില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളും അത് ന്യായമാണ് എന്ന് രാജ്യമുറക്കെ പറയുന്ന ഒരു ആവശ്യങ്ങളാണ്. കാരണം വിദ്യാഭ്യാസ മേഖല, കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് കേവലം NTA-യിലെ കരാർ ജീവനക്കാരൻ പുറത്താക്കിയാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല. പരീക്ഷയിൽ കൃത്യമായൊരു സമ്പ്രദായം ഏർപ്പെടുത്തണമെന്നാണ് അവരുടെ ആവശ്യം. മാത്രമല്ല 20ഓളം വിദ്യാർത്ഥികൾ അവരുടേതല്ലാത്ത പ്രശ്നത്തിന്റെ മേൽ ജീവനൊടുക്കിയിരിക്കുന്നു. പരീക്ഷാ നടത്തിപ്പിന്റെ ക്രമക്കേടിൽ മനംനൊന്ത് ജീവനൊടുക്കിയിരിക്കുന്നു. അവരുടെ ഭാവി തുലാസിലായിരുന്നു. അവരുടെ കുടുംബം ഉൾപ്പെടെ ഈ നഷ്ടം സഹിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് CJP ആവശ്യപ്പെടുന്നു. ഇതൊക്കെ മാത്രമല്ല തെരുവിൽ വിദ്യാർത്ഥികളെ ക്രൂരമായി ഗുണ്ടകളെ പോലെ നേരിടുന്ന കാഴ്ച അത് രാജ്യം, ഈ ലോകം കണ്ടതാണ്. അത്തരത്തിൽ ഈ എല്ലാ അർത്ഥത്തിലും ഈ ജനങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ കേന്ദ്രത്തിന് വഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ ചർച്ച നീളുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയുള്ളൂ. ആ ചർച്ചയുടെ തീരുമാനം രാജ്യം ഇപ്പോൾ ആ ചർച്ചയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. സൈഫുദ്ദീൻ, തീർച്ചയായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഔട്ട്കം, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ കൂടി കാത്തിരിക്കുന്നുണ്ട് രാജ്യം. ലാല്, മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. സമരം ചെയ്തവർക്കെതിരെ യാതൊരു നടപടിയും പാടില്ല. പോലീസ് പരസ്യമായി മാപ്പ് പറയണം എന്നിവയാണ് ഇനിയുള്ള CJPയുടെ ആവശ്യങ്ങൾ. ആ മൂന്നിലും അനുഭാവപൂർവമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഇന്നലെ കേന്ദ്രം ഉറപ്പ് നൽകിയതാണ്. പക്ഷെ അത് എഴുതി മേടിക്കണം. കാര്യം
ഈ സമരം ചെയ്തവർക്കെതിരെ യാതൊരു നടപടിയും പാടില്ല, അതുണ്ടാവില്ല എന്നൊക്കെ ഉറപ്പ് അങ്ങനെ വാക്കാൽ പറഞ്ഞാൽ പോരാ, എഴുതി മേടിച്ചില്ലെങ്കിൽ അത് പിന്നീട് പണിയാകുമെന്ന കൃത്യമായ ബോധ്യം CJP നേതാക്കൾക്കുണ്ടാകും. ഒരുപക്ഷെ അതിനൊക്കെ കൂടിയുള്ള കാത്തിരിപ്പായിരിക്കുമല്ലേ?